പുല്ലുകൾക്കിടയിലൂടെ പോകുന്ന ഒരു ഉറുമ്പിനെ നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളെ സംബന്ധിച്ച് അതൊന്നുമല്ല. പക്ഷേ ആ ഉറുമ്പിനെ സംബന്ധിച്ചോ ആ പുൽക്കൊടികൾ അതിന് വലിയ കെട്ടിടങ്ങൾ പോലെയാണ്. മഴത്തുള്ളികൾ സമുദ്രങ്ങളാണ്. നമ്മളുടെ കാൽപെരുമാറ്റങ്ങൾ അതിന് ഭൂകമ്പങ്ങളാണ്. അതിൻ്റെ ലോകം നിശ്ചയിക്കുന്നത് അതിൻ്റെ ആ കാഴ്ചപ്പാടാണ്, സത്യമല്ല. ഇനി ഞാൻ ചോദിക്കുന്നത് ഇതാണ്: ഈ ഉറുമ്പിന് അതിലും വലിയൊരു രോഗമുണ്ടെന്ന് കാണാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്കെല്ലാം കാണാൻ പറ്റുന്നുണ്ടെന്ന് എന്താണ് ഇത്ര ഉറപ്പ്? നമ്മൾ ആകാശത്തേക്ക് നോക്കിയിട്ട് അതിനെ ശൂന്യാകാശമെന്ന് വിളിക്കുന്നു. നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയിട്ട് കോശങ്ങൾ എന്ന് വിളിക്കുന്നു. പക്ഷേ ഈ ശൂന്യാകാശം എന്നത് വെറും ഒരു ശരീരത്തിൻ്റെ ഭാഗമാണെങ്കിലോ, ഈ ഗാലക്സികൾ അവയവങ്ങൾ മാത്രമാണെങ്കിലോ, ഈ പ്രപഞ്ചം എന്ന് നമ്മൾ വിളിക്കുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര വലിയൊരു ജീവിയുടെ ഉള്ളിലാണെങ്കിലോ, നക്ഷത്രങ്ങൾ അതിൻ്റെ കോശങ്ങളും ഡാർക്ക് മാറ്റർ അതിൻ്റെ ശരീരഭാഗങ്ങളുമാണെങ്കിലോ, നമ്മളുടെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങൾ നമ്മളുടെ കണ്ണിന് കാണാൻ പറ്റാത്തത്ര വലിയൊരു ജീവിയുടെ ഉള്ളിലെ ചെറിയ കാര്യങ്ങൾ മാത്രമായിരിക്കാം. ഒന്നാലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ശരീരത്തിനകത്ത് കോടിക്കണക്കിന് ബാക്ടീരിയകളുണ്ട്. അവയൊന്നും നിങ്ങളെന്ന ഒരാൾ ഉണ്ടെന്ന് അറിയുന്നേയില്ല. അവ ജനിക്കുന്നു, ജീവിക്കുന്നു, മരിക്കുന്നു. അവയ്ക്ക് നിങ്ങളുടെ രക്തം ഒഴുകുന്നത് വലിയ നദികൾ പോലെയാണ്. നിങ്ങളുടെ ഹൃദയമിടിപ്പാണ് അവരുടെ ലോകത്തെ ചലിപ്പിക്കുന്ന ഇടിമുഴക്കം. അവർ നിങ്ങളെ കാണുന്നില്ല, എങ്കിലും അവരുടെ ലോകം നിലനിൽക്കുന്നത് നിങ്ങളുള്ളതുകൊണ്ട് മാത്രമാണ്. ഇനി നമുക്ക് പുറത്തേക്ക് നോക്കാം. നമ്മൾ കാണുന്ന ഈ ഗാലക്സികൾ വളരെ വലിയൊരു ജീവിയുടെ സിരകളാണെങ്കിലും, നക്ഷത്രങ്ങൾ ആ ജീവിയുടെ ശരീരത്തിലെ നാഡീവ്യൂഹത്തിനുള്ളിലുള്ള ന്യൂറോണുകളാണെങ്കിലോ, ബ്ലാക്ക് ഹോളുകൾ ശ്വാസകോശങ്ങൾ ആണെങ്കിലോ, ഇവിടെ നടക്കുന്ന ഭൂകമ്പങ്ങളും കൊടുങ്കാറ്റുകളും വലിയ സ്ഫോടനങ്ങളും എല്ലാം നമുക്ക് കാണാൻ കഴിയാത്ത ആ വലിയ ജീവിയുടെ ശരീരത്തിൽ നടക്കുന്ന സ്വാഭാവികമായ മാറ്റങ്ങൾ മാത്രമാണെങ്കിലോ, നമ്മളാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സംഭവമെന്നാണ് നമ്മളുടെ വിചാരം. മനുഷ്യനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ, നമ്മളാണ് ഈ കഥയിലെ നായകന്മാർ എന്നൊക്കെ. പക്ഷേ നിങ്ങളുടെ വയറ്റിലുള്ള ഒരു ബാക്ടീരിയയും അത് തന്നെ ആയിരിക്കാം ചിന്തിക്കുന്നത്. അത് അതിൻ്റെ ആ ചെറിയ സുരക്ഷിതമായ ലോകത്ത് ജീവിക്കുന്നു. അതിന് ലോകത്തെക്കുറിച്ച് എല്ലാം അറിയാമെന്ന് അത് കരുതുന്നു. അത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു. അതിനറിയില്ല ചിന്തകളും സ്വപ്നങ്ങളും പേടിയുമൊക്കെയുള്ള നിങ്ങളെപ്പോലൊരു ഭീമൻ മനുഷ്യൻ ഉള്ളതുകൊണ്ടാണ് അത് ജീവിക്കുന്നതെന്ന്. നമ്മളും അങ്ങനെ ഒരു ജീവി മാത്രമാണ് എങ്കിലോ? നമ്മളുടെ വലിയ ടെലിസ്കോപ്പുകൾ കാണുന്നത് പ്രപഞ്ചത്തെ അല്ല, മറിച്ച് നമുക്ക് കാണാൻ പറ്റാത്തത്ര വലിയ ഒന്നിൻ്റെ ഉള്ളിലെ ചെറിയ കോശങ്ങൾ മാത്രമാണെങ്കിലോ? ഗാലക്സികൾ വെറും കോശങ്ങളാണെങ്കിലോ? നക്ഷത്രക്കൂട്ടങ്ങൾ വെറും ടിഷ്യൂസ് ആണെങ്കിലോ? ഈ പ്രപഞ്ചം വികസിക്കുന്നു എന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. ഒരു പക്ഷേ ആ വലിയ ജീവി ഒന്ന് ശ്വാസമെടുക്കുന്നത് മാത്രമാകാമത്. നമ്മൾ തീരെ ചെറുതാണെന്നോ നമ്മൾക്ക് വിലയില്ലെന്നോ ഒന്നുമല്ല ഇതിനർത്ഥം. മറിച്ച് നമ്മൾ കരുതുന്നവരല്ല നമ്മളെന്നാണ്. നമ്മളുടെ ബോധം എന്നത് ആ വലിയ ജീവിയുടെ തന്നെ പല രൂപങ്ങളാണെങ്കിലോ, ഗാലക്സികളായും ഗ്രഹങ്ങളായും മൃഗങ്ങളായും മനുഷ്യരായും അത് സ്വയം പ്രകടിപ്പിക്കുകയാണ്. നിങ്ങളുടെ ശരീരം കോടിക്കണക്കിന് കോശങ്ങളിലൂടെ സ്വയം പ്രവർത്തിക്കുന്നത് പോലെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ വേറെയല്ല, നമ്മൾ ജീവനുള്ള വലിയൊന്നിൻ്റെ ഭാഗമാണ്. എല്ലാം തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു ചെറിയ കോശത്തിന് ശരീരത്തെ മുഴുവൻ സ്വാധീനിക്കാൻ കഴിയുന്നത് പോലെ നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും ഈ വലിയ പ്രപഞ്ചത്തെ ബാധിക്കുന്നുണ്ട്. നന്മ മുറിവുണക്കും, ക്രൂരത അസുഖം പടർത്തും. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വിലയുണ്ട്. നിങ്ങൾ ലോകത്തിൻ്റെ കേന്ദ്രമായതുകൊണ്ടല്ല, മറിച്ച് നിങ്ങൾ ജീവനുള്ള വലിയൊരു പ്രപഞ്ചത്തിൻ്റെ ജീവനുള്ള ഒരു ഭാഗമായതുകൊണ്ട്.